എൻഡിങ് ഡോമിനൻസ് ഇന്നത്തെ എഡിറ്റോറിയലാണ്. മൊബൈൽ യൂസേഴ്സ് ഓഫ് ഡിജിറ്റൽ പവർ ഹൗസസ് നീഡ് ആൻ എൻവയോൺമെൻറ്റ് ഓഫ് റിയൽ ചോയ്സ്. ഇത് ഏതുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗൂഗിളിൻ്റെ മുകളിൽ കുറച്ച് പിഴ ചുമത്തിയിരുന്നു. വലിയ എമൗണ്ടാണ് ചുമത്തിയത്. എന്താണ് അതിൻ്റെ ബേസിക് കാരണം? ഗൂഗിൾ അതിന് ഡോമിനൻ്റ് ആയിട്ടുള്ള പൊസിഷൻ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ? അവരുടെ ഇനി അങ്ങോട്ടുള്ള ബിസിനസ് പ്രോസ്പെക്ട്സ് എന്താണ്? അവർ ഏതെങ്കിലും രീതിയിൽ ബിസിനസ് റെഗുലേഷൻസ് ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ടോ? അവരുടെ സ്ട്രാറ്റജി മാറ്റേണ്ടതുണ്ടോ? അല്ലെങ്കിൽ മോഡസ് ഓഫ് ഓപ്പറാൻഡി മാറ്റേണ്ടതുണ്ടോ? എന്നൊക്കെയാണ് ഈ പറഞ്ഞ പോലെ എൻഡിങ് ഡോമിനൻസ് എന്ന എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത്. The recent order of India's competition regulator against Google for abusing its dominant position in the Android mobile device ecosystem is significant not just for the amount of penalty imposed but also for the drastic change in business practices. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡോമിനൻ്റ് പൊസിഷൻ, അവരുടെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഡോമിനേറ്റ് ചെയ്യുന്നൊരു പൊസിഷൻ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് എക്കോസിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ആപ്പിൻ്റെ കാര്യത്തിലും പ്ലേ സ്റ്റോറിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ ഡോമിനൻ്റ് പൊസിഷൻ മിസ്യൂസ് ചെയ്തുകൊണ്ടുള്ള പിഴ മാത്രമല്ല, അത് എന്ത് ചെയ്യണം? ഇനി ഗൂഗിൾ അവരുടെ ബിസിനസ് സ്ട്രാറ്റജീസ് ഇവിടെ മാറ്റേണ്ടി വരും. കാരണം കുറേ കാര്യങ്ങളിൽ നിയമങ്ങൾ കംപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചില ലോസും അതുപോലെ തന്നെ അഗ്രിമെൻറ്റ്സിലുള്ള ചില കാര്യങ്ങളും ക്ലോസസൊക്കെ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. എത്രയാണ് ഫൈൻ? ഇപ്പോൾ ഇന്നും ഫൈൻ ഇട്ടിട്ടുണ്ട് 931 കോടി. എങ്ങനെ നമ്മൾ മുകളിൽ വായിച്ചാണ് 1337 കോടിയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പെനാൽറ്റി ആയിട്ട് ഈ മിസ്യൂസ് ഓഫ് ഡോമിനൻ്റ് പൊസിഷൻ എന്ന രീതിയിൽ പെനാൽറ്റി ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ്റെ ബേസിക് കാര്യം എന്താണെന്നൊന്നുകൂടെ പറയാം. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇന്ത്യൻ്റെ. എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നിരിക്കുന്നത്. സോ ടു എനേബിൾ എൻ എക്കോസിസ്റ്റം വെർ എവ്രിബഡി ഹാസ് എ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട്, എല്ലാവർക്കും തുല്യമായൊരു ബാക്ക്ഗ്രൗണ്ട്, അല്ലാതെ ഒരാൾക്ക് ഒരു എഡ്ജ് ബിസിനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായതുകൊണ്ട് എല്ലാവർക്കും ഈക്വലി കോമ്പീറ്റ് ചെയ്യാനുള്ളൊരു ഫെയർ മാർക്കറ്റ് റെഗുലേഷൻ ഉണ്ടാക്കലാണ് ആരുടെ റോള്? കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അവരാണ് ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആർക്ക് പെനാൽറ്റി കൊടുത്തത്? ഗൂഗിളിന് പെനാൽറ്റി കൊടുത്തത്. ഗൂഗിൾ എൻഷുർ that users continue to use their search services on mobile devices which facilitated uninterrupted growth of advertisement revenue for Google എന്നാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെതായ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്പുകൾ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അത് ആക്ച്വലി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത്, അഡ്വർടൈസ്മെൻ്റ് ആണ്, മറ്റു കാര്യങ്ങളാണെങ്കിലും ഈ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്നത് വഴി റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ പറയുക, നമ്മളെ നിർബന്ധിച്ചിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഇപ്പോൾ നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ചില ഫോണുകളിൽ, ഇപ്പോൾ മിക്ക ഫോണുകളിലും ഗൂഗിളിൻ്റെ മാപ്പ്, അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം, ചില ഫീച്ചേഴ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഡിസിഷൻ? ഇപ്പോൾ പെനാൽറ്റി പ്ലസ് ഇറ്റ് ഹാസ് ടു മോഡിഫൈ ഇറ്റ്സ് മോഡിഫൈ ഇറ്റ്സ് കണ്ടക്റ്റ്. അപ്പോൾ എന്താണ്? ഇനി ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന രീതി അത് മോഡിഫൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് for instance, as per the Competition Commission order, Google should not henceforth force original equipment manufacturers to choose from its bucket of apps to pre-install on the device. ഒന്ന്, ആൻഡ്രോയിഡ് മാനുഫാക്ചേഴ്സിന് സാധാരണഗതിയിൽ ഇവർ കൊടുക്കുന്ന ഗൂഗിളിൻ്റെ ആപ്പുകൾ നിർബന്ധമായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ നിർബന്ധമായിട്ട് ക്രോം എന്ന് പറഞ്ഞ സെർച്ച് എഞ്ചിൻ, യൂട്യൂബ്, അതുപോലെ മാപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡായിട്ട് ആൻഡ്രോയിഡ് മാനുഫാക്ചേഴ്സിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഗൂഗിൾ ഷുഡ് നോട്ട് henceforth ഫോഴ്സ് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് ടു ചൂസ് ഫ്രം ഇറ്റ്സ് ബൊക്കറ്റ് ഓഫ് ആപ്സ് ടു പ്രീ ഇൻസ്റ്റാൾ ഓൺ ദ ഡിവൈസ്. പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. നോർ ഷുഡ് ഇറ്റ്, ദ ഓർഡർ സേസ്, റിക്വയർ ഡിവൈസ് മേക്കേഴ്സ് ടു പ്രീ ഇൻസ്റ്റാൾ ഇറ്റ്സ് ആപ്സ് സച്ച് എസ് ഗൂഗിൾ സെർച്ച്, ക്രോം, യൂട്യൂബ്, മാപ്സ് എമംഗ് അതേഴ്സ് ആസ് പ്രീ കണ്ടീഷൻ ഫോർ ലൈസൻസിങ് ഓഫ് ഇറ്റ്സ് പ്ലേ സ്റ്റോർ. പ്ലേ സ്റ്റോറിൻ്റെ ലൈസൻസിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ മാനദണ്ഡമായിട്ട് കണക്കാക്കൽ ഈ പറഞ്ഞ ക്രോമും യൂട്യൂബും മാപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും എന്നതല്ല. അതുകൊണ്ട് പ്ലേ സ്റ്റോർ ലൈസൻസിങ്ങിന് എന്ത് വേണ്ട? ഇനി ഗൂഗിളും യൂട്യൂബും ക്രോമും ഒന്നും ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. ഗൂഗിൾ ഷാൽ അലോ ദ യൂസേഴ്സ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഡിവൈസ് സെറ്റപ്പ് ടു ചൂസ് ദെയർ ഡിഫോൾട്ട് സെർച്ച് എഞ്ചിൻ ഫോർ ഓൾ സെർച്ച് എൻട്രി പോയിൻറ്റ്സ്. അപ്പോൾ എന്താണ്? ഗൂഗിൾ യൂസേഴ്സിന് ആ ഡിസിഷൻ വിട്ടുകൊടുക്കണം ഏതാണ് ഡിഫോൾട്ടായിട്ടുള്ള സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഒരു ചോയ്സ് കൊടുക്കേണ്ടതാണ്, അല്ലാതെ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ മാർക്കറ്റിലുണ്ടെന്ന് കരുതി അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഗൂഗിൾ ഹാസ് ടേംഡ് ദ ഓർഡർ എ മേജർ സെറ്റ് ബാക്ക് ഫോർ ഇന്ത്യൻ ബിസിനസ്സസ് ആൻഡ് കൺസ്യൂമേഴ്സ്, സെയിങ് ഇറ്റ്സ് ഓപ്പൺസ് അപ്പ് സെക്യൂരിറ്റി റിസ്ക് വൈൽ
ആൾസോ സോ പോസിബിളി റേസിംഗ് ദ കോസ്റ്റ് ഓഫ് മൊബൈൽ ഡിവൈസസ്. ഇത് കാരണം സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവുന്നു, മൊബൈൽ ഫോൺസിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ പ്രൊവൈഡ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഒരു കമ്പനി അതിൻ്റെ മാർക്കറ്റ് ഷെയറും റവന്യൂ ഒക്കെ വെച്ച് അതിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള പൊസിഷൻ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റ് കോമ്പറ്റീറ്റേഴ്സിന്, മറ്റ് കോമ്പീറ്റ് ചെയ്യുന്ന ഫേംസിന് ഒന്നുമില്ലാതായി പോകും. കാരണം ഓട്ടോമാറ്റിക് റവന്യൂ ജനറേഷനാണ്. ഇപ്പോൾ ഈ ഗൂഗിൾ ക്രോം വഴിയൊക്കെ സെർച്ച് എഞ്ചിനുകളിൽ നമ്മൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ആപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റവന്യൂ ജനറേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോർ ലൈസൻസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള മൊബൈൽ ആപ്പുകളിലാണെങ്കിൽ ശരി, ഗൂഗിൾ ഡോമിനൻ്റ് ആയിട്ടുള്ള പൊസിഷൻ മിസ്യൂസ് ചെയ്തു. അതുകൊണ്ട് അങ്ങനെ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യാസ് പ്രൈമറി റോൾ ഈസ് ടു എൻഷുവർ ഫെയർ കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അനാലിസിസ് പറയുന്നത്.